നമുക്ക് ഓരോ ദിവസവും നിരവധി ഇമെയിലുകൾ ലഭിക്കാറുണ്ട്. എന്നാൽ അവയിൽ ചിലത് നമ്മുടെ ഡിജിറ്റൽ ജീവിതത്തെ സാരമായി ബാധിക്കാൻ സാധ്യതയുള്ളവയാണ്. അതാണ് ഫിഷിംഗ് ഇമെയിൽസ്. ഈ വീഡിയോയിൽ ഒരു ഇമെയിൽ യഥാർത്ഥമാണോ അല്ലെങ്കിൽ തട്ടിപ്പാണോ എന്ന് തിരിച്ചറിയാൻ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം ഇമെയിൽ അയച്ചയാളെ പരിശോധിക്കുക. നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു അഡ്രസ്സോ അല്ലെങ്കിൽ @gmail.com പോലുള്ള പബ്ലിക് ഡൊമൈനിൽ നിന്നോ വന്നാൽ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും അത് ഒരു ബാങ്ക് അല്ലെങ്കിൽ ഔദ്യോഗിക സ്ഥാപനം എന്ന് അവകാശപ്പെടുന്നുവെങ്കിൽ. അതുപോലെ ചെറിയ തെറ്റുകളുള്ള ഡൊമൈനുകൾ ഉപയോഗിക്കുന്നവയും ശ്രദ്ധിക്കേണ്ടതാണ്. ഡിയർ കസ്റ്റമർ പോലുള്ള പൊതുവായ അഭിവാദ്യങ്ങളോടുകൂടി തുടങ്ങുന്നുണ്ടെങ്കിൽ അത് ഒന്നുകൂടെ സംശയിക്കാവുന്ന ഒരു അടയാളമാണ്. ഇത്തരത്തിലുള്ള ഇമെയിലുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അവ പരമാവധി തുറക്കാതിരിക്കുക. ഇനി അറിയാതെ ഇമെയിൽ ഓപ്പൺ ചെയ്തു നോക്കിയാൽ അതിലുള്ള ലിങ്കുകളിൽ ഒരിക്കലും ക്ലിക്ക് ചെയ്യാതിരിക്കുക. HTTPS ഇല്ലാതെ തുടങ്ങുന്ന ലിങ്കുകൾ, അന്യമായ ഡൊമൈനുകൾ, കൂടാതെ അപരിചിതമായ അറ്റാച്ച്മെന്റുകൾ ഇവയെല്ലാം ഫിഷിംഗ് ശ്രമങ്ങളുടെ ഭാഗമായേക്കാം. ഇനി ലഭിച്ച ഇമെയിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളുടെ പേരിലാണെങ്കിൽ സംശയം തോന്നിയാൽ അയച്ചയാളോട് നേരിട്ട് ഒരു വിശ്വസ്തമായ ചാനലിലൂടെ ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ നിങ്ങളുടെ ഇമെയിൽ പാസ്വേഡ് മാറ്റി പുതിയത് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. നാം ഉപയോഗിക്കുന്ന ഡിജിറ്റൽ മാധ്യമങ്ങൾ വളരെ സഹായകമാണ് എന്നതിനോടൊപ്പം തന്നെ അപകടകരമായതും കൂടിയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ വിവരങ്ങൾ എവിടെയൊക്കെയാണ് പങ്കുവെക്കുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒട്ടുമിക്ക തട്ടിപ്പുകളും നാം തന്നെ അനവസരമായി പങ്കുവെക്കുന്ന വിവരങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഒരു ഇമെയിലോ ഫോൺ കോളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്മ്യൂണിക്കേഷനോ അസാധാരണമായി നിങ്ങൾക്ക് തോന്നിയാൽ ഉടൻ നിലവിലുള്ള പാസ്വേഡ് മാറ്റേണ്ടതാണ്. ഓഫീസിലാണെങ്കിൽ അത് IT വിഭാഗത്തെയോ സുരക്ഷാ ടീമിനെയോ ഉടൻ അറിയിക്കുക. കാരണം നിങ്ങളുടെ ഓൺലൈൻ സുരക്ഷ നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്നാണ് ആരംഭിക്കുന്നത്.